പിന്നല്ലാതാരാ ഇത്ര ധൈര്യമായിട്ട് ഈ മുറിക്കകത്ത് കയറി വരുന്നത്? ഈ ഭൂമേനിൽ സാരി ഉടുപ്പിക്കേണ്ടത് ഞാനല്ലേ? എന്തേ കാണിക്കുന്നു? പോകുന്നുണ്ടോ ഇവിടുന്ന്? അങ്ങനെ അങ്ങ് പോകാൻ പറ്റൂ? വിടൂ ചേട്ടാ, എന്താ ഇത്? എന്തായി കാണിക്കുന്നത്? അച്ഛൻ എന്നെ വിളിച്ചോ? എന്താ അവിടെ ഒരു ബഹളം? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ കൂവി വിളിച്ചത്? എന്താ പിന്നെ ഷോക്ക് അടിച്ചോ? സൂക്ഷിച്ചില്ലെങ്കിലേ ഷോക്ക് അടിക്കും. ആഹാ, അമ്മാവി ഇത്ര നേരം അടുക്കളയിലായിരുന്നോ? പ്രായമായ ഇവളുമാരെ ഇവിടെ കസേരയിലിരുത്തിട്ട് അമ്മാവി എന്തിനാ ജോലി എടുക്കുന്നത്? ഇക്കണക്കിന് ചേച്ചിയെ കല്യാണം കഴിച്ചാ ചേച്ചി തൊലഞ്ഞത് തന്നെ. ചേച്ചി വിട്ടുകൊടുക്കരുത് കേട്ടോ. ഒന്നും മിണ്ടാതിരിയടി. വിനാട്ട, ദേ കാപ്പി. വിടൂ ചേട്ടാ. യമനെ, നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, കല്യാണത്തിന് മുൻപ് നമ്മൾ അതിര് കടക്കരുത്. സ്നേഹത്തിന് അതിർത്തിയില്ല. എന്നായാലും നീ എന്റെ ഭാര്യ കണ്ടോളാണ്. വരൂ. അതിന് ഞാൻ തയ്യാറല്ല. വരാനാ നിന്നെ വിടൂ ചേട്ടാ, വിടാൻ. നീ എവിടെ പോകുന്നു? എന്താ മോനെ? ഒന്നുമില്ല. പിന്നെ ഈ പെട്ടിയൊക്കെ ആയിട്ട് അവൻ പോകുന്നു. പോകുന്നോ? അതെ, ഇവിടുത്തെ താമസം എനിക്കിഷ്ടമല്ല. ചേട്ടാ, കാപ്പി. നിനക്ക് തോന്നുമ്പോ തന്നാ മേടിക്കാൻ എന്നെ കിട്ടില്ല. അമ്മേ, വരൂ. ഓ, അതാണോ? വീണേ, വിനോദിനോട് നീ എന്തെങ്കിലും കൊള്ളിവാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തുണ്ടായെന്ന് പറയടി. നീ അകത്തേക്ക് പോടി. എന്റെ മോള് മാനുള്ളതാടി. കാര്യമൊക്കെ ശരിയാ, അവൻ ദേഷ്യപ്പെട്ടാ പോയിരിക്കുന്നത്. നീ വിഷമിക്കാതെ, ഞാൻ നാളെ തന്നെ ദേവമ്മയുടെ അടുത്ത് പോയി കല്യാണത്തിനുള്ള ഏറ്റവും അടുത്ത മുഹൂർത്തം ഉറപ്പിച്ചിട്ടേ വരും. വിനോദ് പോന്നിട്ട് 3 ദിവസമായെന്നോ? അതെ ദേവമ്മേ. പിന്നെ അങ്ങോട്ട് പോകാനോ? അതാണ് എനിക്കും പിടികിട്ടാത്തത്. ഓ, കൊച്ചിയിൽ അവനൊരു ജോലിക്കാര്യം പറഞ്ഞിരുന്നു. ചിലപ്പോ അങ്ങോട്ട് പോയിരിക്കും. ഏതായാലും അവൻ വന്നോട്ടെ. നമുക്കൊരു ജോത്സ്യരെ വരുത്തി വിവാഹത്തിനെ പറ്റി ഒരു ദിവസം നിശ്ചയിക്കണം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അല്ല ദേവമ്മേ, അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോ ആ ചടങ്ങ് ഇതിനു മുമ്പ് നടത്തേണ്ടതായിരുന്നു. ചേട്ടാ, പാല്. വേണ്ട. പിന്നെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അല്ല, എന്നോട് പിണക്കമാണോ? ആവശ്യമുള്ളത് ആവശ്യപ്പെടുമ്പോൾ കിട്ടണമെന്നല്ലേ പറഞ്ഞത്? ഇനിയെല്ലാം ചേട്ടന് അവകാശപ്പെട്ടതാണ്. ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് വേണം. അന്ന് ഞാൻ ചേട്ടനെ എതിർത്തവളാണ്. ഇന്ന് ഞാൻ ചേട്ടനെ കീഴടങ്ങിയിരിക്കുന്നു. എന്നെ തന്നെ ഞാൻ ചേട്ടന് കാഴ്ചവെക്കുന്നു. ചേട്ടന്റെ സന്തോഷം മാത്രമാണ് ഇനി എന്റെ ജീവിതം. വരൂ.
എന്താ ചേച്ചി ഇത്? വിവാഹത്തിന് ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ. നിനക്ക് കൂടി അവിടെ ഒന്ന് നിൽക്കരുതോ? ജാനകിക്ക് ഒരു സഹായമായി. വീട് പൂട്ടിയിട്ടിട്ട് എങ്ങനെ വരാനാ ചേട്ടാ? വിനോദ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടെ വരാമായിരുന്നു. എന്നാൽ അവൻ വന്നിട്ട് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യും. ഞാൻ ഇറങ്ങാം. വിനോദല്ലേ വരുന്നത്? ഏതാ കുട്ടി? അമ്മാവൻ എപ്പോഴാ വന്ന്? ഞാൻ ഇന്നലെ. എന്താ ഇങ്ങനെ നോക്കുന്നത്? അമ്മയുടെ മരുമകളാ. അമ്മാവ, ഞാൻ പ്രവീണെ രജിസ്റ്റർ മാരേജ് ചെയ്ത. അമ്മാവന്റെ മകളെ വിവാഹം കഴിക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം. പ്രവീണെ, അമ്മയുടെ കാലം നമസ്കരിക്കും. വേണ്ട, എന്നെ ആരും ഇവിടെ നമസ്കരിക്കണ്ട. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ വിവാഹം കഴിച്ചത്? ഇവിടെ ഏതാ? എവിടെയുള്ളതാ? ദേവമ്മ, സമാധാനിക്ക്. ഇല്ല ഏട്ടാ, ഞാനിത് സഹിക്കില്ല. ഈ അടിച്ച മുറ്റത്ത് ഞാനിവിടെ കയറ്റില്ല. ദേവമ്മേ, ഇനി എങ്ങനെ പറയുന്നത്? നമ്മുടെ കുടുംബത്തിൽ ചോദിച്ചല്ല. കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ഇവൻ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നോടോ ചേട്ടനോടോ ആലോചിക്കാതെ ഇവരിവിടെ വിവാഹം കഴിക്കുമായിരുന്നു. നടന്നത് നടന്നു. വിനോദ്, നിങ്ങൾ അകത്തേക്ക് പോകും. വരും. കരയരുത്. നമ്മുടെ അമ്മ മരിച്ചപ്പോഴാണ് ആദ്യമായി നിന്റെ കണ്ണു നിറഞ്ഞത്. പിന്നെ നിന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അതിനേക്കാൾ വലിയ ദുഃഖമൊന്നുമല്ല ഇത്. ആ കുട്ടി ഏതായാലും ഇനി ഈ വീട്ടിലെ മരുമകളാണ്. മരുമകളോ? ഈ വീട്ടിലിരിക്കേണ്ടത് യമുനയായിരുന്നു. യമുനയുടെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. അവൾക്ക് മറ്റൊരു വിവാഹം നടക്കും. ഇവരിത്രയ്ക്ക് നിഷേധയായി പോയല്ലോ ചേട്ടാ. അവൻ ചെയ്തത് നിന്റെ കണ്ണിൽ തെറ്റായിരിക്കാം. പക്ഷേ നീ പ്രസവിച്ച മകനാണ്. അത് മറക്കരുത്. വിവാഹം വിധി പോലെ നടക്കും. ഞാൻ പോട്ടെ. നാണം മേലാകെ ഉമ്മ വെച്ചഴയും കിങ്ങിണിക്കിഴുക്കും പ്രായം കയ്യെത്തും ദൂരത്ത് മെയ്യെത്തും തേന്മാവിൽ പടരാ മാത്രമറിയും ചാരുലതേ ചാരുലതേ നാണം മേലാകെ ഉമ്മ വെച്ചഴയും കിങ്ങിണിക്കിഴുക്കും പ്രായം. എല്ലാം ഞാൻ അറിഞ്ഞു. എങ്ങനെ? ഇതെന്റെ തൊഴിലല്ലേ. ഏതെല്ലാം വീട്ടിൽ പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ വയസ്സ്, നിറം, തരം എല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്. മാത്രമല്ല ഏതെല്ലാം ആലോചനകൾ അബോർഷനായി പോകുന്നു എന്നതിന്റെ ലിസ്റ്റും എന്റെ കയ്യിലുണ്ട്. ഇത് ആൺപിള്ളയുടെ ലിസ്റ്റാണ്. മാരാർ സാറിന് ഏത് സ്റ്റാൻഡേർഡിൽ പെട്ട ആള് വേണമെന്ന് പറഞ്ഞാൽ മതി. യമുനയ്ക്ക് പറ്റിയ ആളായിരിക്കണം. കമലഹാസൻ 26 വയസ്സ്. സിനിമയിലെ കമലഹാസൻ അല്ല, വെറും കമലഹാസൻ. മാനിറം, മാലക്കണ്ണ്. സ്ത്രീധനം 25,000 രൂപ. അടുത്തത് ഡോക്ടർ, സത്യശീലൻ, ഉയർന്ന കുടുംബം. സ്ത്രീധനം 50,000. ബ്രാക്കറ്റിൽ മാർക്ക് തട്ടിപ്പിന് അകത്ത് കിടക്കുകയാണ്. ഇറങ്ങി വരുമ്പം മതി. അയ്യോ, ഇത് നമുക്ക് വേണ്ട.
നമുക്ക് പറ്റിയത് കിട്ടി. യമുനയ്ക്ക് ഇതുപോലെ ചേർന്നൊരു ചെറുക്കൻ ഈ ഭൂമിയിൽ കാണി. ആരാണെന്ന് പറയൂ. ഓച്ചന്തുരുത്ത് MLA ശങ്കരമാരാരുടെ മകൻ ബാലു. വയസ്സ് 27. സ്ത്രീധനം വേണ്ട. നമുക്കിത് മതി. ആ MLA കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പയ്യൻ എങ്ങനെയാ? കാമദേവനല്ലേ. പെമ്പിള്ളേര് കണ്ടാൽ തല ചുറ്റി വീഴും. ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. മാരാർ സാർ നേരിട്ട് കണ്ടോ? പ്രസാദ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ കൊണ്ടുവന്നതാ. ഇദ്ദേഹമോ? നിന്റെ അച്ഛന്റെ പ്രായമില്ലേ? അച്ഛന്ന് വിളിച്ചാ എന്താ കുഴപ്പം? ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടാ ദിവസവും അമ്പലത്തിൽ പോകുന്നതേ. എന്നാ അടുത്ത ഞായറാഴ്ച ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരും. ഓ ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. വളരെ സന്തോഷം. എന്താ ഇങ്ങനെ വേർക്കുന്നത്? ഒന്നുമില്ല. പിന്നെന്താ നോക്കി നിൽക്കുന്നത്? എന്തു പറ്റി? ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നിടത്ത് വരരുതെന്ന് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? ചെറുപ്പക്കാരിക്കുമ്പോ വരരുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് എന്റെ അച്ഛന്റെ പ്രായമില്ലേ? എന്നാലും അയാൾ ആണല്ലേ. ഞാൻ ഒഴികെ ഈ ലോകത്തുള്ള എല്ലാവരും ആണുങ്ങളാ. ആ, ഇനി മേലൽ വരില്ല. നോക്ക്, ഒരു ഗർഭസത്യാഗ്രഹം ഒത്തുതീർപ്പിലെത്തിക്കാൻ പോവുകയാണ്. കഥകളെല്ലാം ഭദ്രമായി അടച്ചേക്കണം. ആരെങ്കിലും വന്ന് തട്ടിയാൽ തുറക്കരുത്. അങ്ങനെ ഇവിടെ ആരും വന്ന് തട്ടില്ല. നിനക്ക് എന്തോ അറിയാം? എനിക്ക് വയസ്സായി പോയെന്ന് ഈ അയൽവക്കത്തുള്ള ചില എംബോക്കുകൾ തരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാര് വന്ന് തട്ടി നോക്കും. വരുമ്പോ ഞാൻ നോക്കി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നീ നോക്കരുതെന്ന്. ആ വാതിലടച്ചേ. എന്താ മാലിനി, നിനക്കൊന്ന് വല്ലാത്ത സന്തോഷം? പറയാം, നീ വാ തുറക്ക്. എന്തിനാ? തുറക്കടി. എന്താ വിശേഷം ഒന്ന് പറ. ഞാൻ ഒപ്പിട്ട് കൊടുത്ത വിവാഹമോചന പത്രിക കോടതി അംഗീകരിച്ചു. അതിനാണ് ഇത്രയും സന്തോഷം? അതേടി, എന്റെ ഹൃദയവും കഴുത്തിലെ താലിയും ഞാൻ ഒരുമിച്ചാണ് വലിച്ചു പൊട്ടിച്ചത്. ഇനി എനിക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. എന്തോന്നാ? ഇതുപോലുള്ള മൃഗങ്ങളുടെ കയ്യിൽ ഇനിയും എന്നെ പോലുള്ള പെൺകുട്ടികൾ അകപ്പെടാതിരിക്കാൻ വേണ്ടി എന്റെ ജീവിതം എനിക്കൊരു കഥയായി എഴുതണം. വാ. മാലിന്യോ? എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളമ്മേ. വാ, അകത്തോട്ട് പോകാം. മല്ലി, മല്ലി. എന്താ? ദേ, അപ്പുറത്തെ ബംഗ്ലാവിൽ ഇന്നലെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അവിടെയുള്ള ഒരുത്തൻ ഞാൻ കുളിച്ചോണ്ട് നിന്നപ്പോൾ എന്നെ തന്നെ നോക്കി നിന്നു. ഇപ്പൊ സാരി മാറിയപ്പോഴും അവിടെ നിന്ന് നോക്കുന്നു. അവൻ ഏതെന്നറിയാ? എനിക്കറിയില്ല. അവന്റെ അണപ്പല്ലടിച്ച് താഴെ ഇടണം. വാടി, നമുക്ക് പോയി ചോദിക്കാം. അയ്യോ വേണ്ട. നീ ഇത്ര പേടിത്തൊണ്ടിയായി പോയല്ലോ. ഇപ്പൊ പോയി ചോദിച്ചില്ലെങ്കിൽ നാളെ നീ കുളിക്കുന്നിടത്ത് അവൻ കയറി വന്നിരിക്കും. വാടി.